ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. സെൻസെക്സ് ഇന്ന് 152 പോയിന്റ് ഉയർന്ന് 81,330-ലും, നിഫ്റ്റി 88 പോയിന്റ് ഉയർന്ന് 24,666-ലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 139 പോയിന്റ് താഴ്ന്ന് 54,801-ലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിൻഡാൽകോ, എറ്റർണൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ടോപ്പ് ലോസേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, സിപ്ല, ടാറ്റ മോട്ടോഴ്സ്, കൊടക് മഹീന്ദ്ര ബാങ്ക്, NTPC തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ BSE മിഡ് ക്യാപ്പ് ഏകദേശം 1% അപ്പായിരുന്നു. BSE സ്മോൾ ക്യാപ്പ് 1.6% അപ്പായിരുന്നു. സെക്ടറൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഒഴികെ ബാക്കി എല്ലാ സെക്ടറുകളും ഓൾമോസ്റ്റ് പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. റിയാലിറ്റി സെക്ടർ, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലികോം, മീഡിയ, IT, മെറ്റൽസ് തുടങ്ങിയ എല്ലാ സെക്ടറുകളും 1 മുതൽ 2.5% വരെ അപ്പായിരുന്നു. ഇനി NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 2153 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 694 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഇനി നമുക്ക് നാളെ വ്യാഴാഴ്ച വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ വ്യാഴാഴ്ച 15-ാം തീയതി റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ JSW എനർജി, PV ഫിൻടെക്, പതഞ്ജലി ഫുഡ്സ്, പേജ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, ബിക്കാജി ഫുഡ്സ് തുടങ്ങിയ കമ്പനികളാണ്. ഈ ആഴ്ചത്തെ മൊത്തം ലിസ്റ്റ് ഞാൻ നമ്മളെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യത്തേത് US-ചൈന ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ചൈന US നിന്നുള്ള ബോയിങ് വിമാനങ്ങളുടെ ഡെലിവറിയുടെ മുകളിൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നു, അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞാണ് US-ചൈനയും തമ്മിൽ താരിഫ് ഒഴിവാക്കുന്നതിനെ പറ്റി ചർച്ചകൾ നടത്തിയിരുന്നു. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമാണ് വന്നിട്ടുള്ളതെന്ന്. അതിനെ തുടർന്നാണ് ചൈനയിലെ ഡൊമസ്റ്റിക് എയർലൈൻസിന് ബോയിങ് വിമാനങ്ങൾ വാങ്ങാനുള്ള ആ ഒരു ബാൻ ഒഴിവാക്കിയിട്ടുള്ളത്. ആ ഒരു ചർച്ചയെ തുടർന്ന് പുതിയ താരിഫുകൾ 90 ദിവസത്തേക്ക് പോസ് ചെയ്തിരുന്നു. അതുകൂടാതെ അവർക്കിടയിൽ താരിഫും വളരെയധികം കുറയ്ക്കാനും അവർ തീരുമാനിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള നമ്പേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആദ്യം US ചൈനയ്ക്കെതിരെ 145% താരിഫ് ഏർപ്പെടുത്തിയിരുന്നത്, ചൈന US-നെതിരെ 125% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് ചൈന US-നെതിരെയുള്ള താരിഫ് 10% കുറച്ചിട്ടുണ്ട്. US ചൈനയുടെ പ്രൊഡക്റ്റുകൾക്ക് മുകളിലുള്ള താരിഫ് 30% കുറച്ചിട്ടുണ്ട്. ആ ഒരു 90 ദിവസത്തിനുള്ളിൽ അവർ ഫൈനലായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിലെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ 6 വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ കുറഞ്ഞ ഏകദേശം 3.16% ആയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെയാണ് കണക്കാണ്. RBIയുടെ ടാർഗറ്റ് ഏകദേശം 4% ആയിരുന്നു, അതിലും വളരെ താഴെയാണ് ഇപ്പോഴുള്ളത്. തുടർച്ചയായി 3-ാമത്തെ മാസവും RBI ടാർഗറ്റായ 4% താഴെയാണ് ഇപ്പോഴുള്ളത്. ഇതിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ഫുഡ് ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 1.78% ആയിരുന്നു ഏപ്രിലിൽ. വെജിറ്റബിൾ പ്രൈസ് ഏകദേശം 11% ഇയർ ഓൺ ഇയർ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. RBI റേറ്റ് കട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നത്. ഇനി ഫുഡും ഫ്യൂലും ഒഴിച്ചുള്ള കോർ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിലും 4 മുതൽ 4.1% ആയിരുന്നു. RBI ഓൾറെഡി 2 പ്രാവശ്യം റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും റേറ്റ് കട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ്. അതിന് ആ ഒരു റേറ്റ് കട്ട് വരണമെങ്കിൽ ഈ ഒരു 4% അറൗണ്ടായിട്ട് ഈ ഒരു ഇൻഫ്ലേഷൻ പിടിച്ചിരുന്നത് പ്രധാനമാണ്. ഇനി നമുക്ക് GRSയുടെ റിസൾട്ട് നോക്കാം. ഷിപ്പിംഗ് കമ്പനികളെല്ലാം നല്ല പോസിറ്റീവിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഡിഫൻസ് കമ്പനികളെല്ലാം നല്ല രീതിയിൽ റാലി നടത്തുന്നുണ്ട്. GRSയുടെ നല്ല റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഡബിളും കൂടിയിട്ടുണ്ട്, ഏകദേശം 244.2 കോടിയായിട്ടുണ്ട്. റവന്യൂ 61.7% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 1642 കോടിയായിട്ടുണ്ട്. EBITDA മാർജിനും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, 13.3% ആയിട്ടുണ്ട് 8.9% നിന്ന്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 4 രൂപ 90 പൈസയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക.